വാർഡ് മെമ്പർക്കെതിരെ ഗാർഹിക പീഡന പരാതി. ആലങ്കോട് പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ആലങ്കോട് പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പറാണ് ഭാര്യയെ മർദ്ദിച്ചതായി പരാതി. വളയംകുളം സ്വദേശിനി കൊമ്പത്തേയിൽ റജൂലയ്ക്കാണ് ഭർത്താവിന്റെ മർദ്ദനത്തിൽ പരിക്കുപറ്റിയത്. 23 വർഷമായി ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതായി റജൂല പറഞ്ഞു. അന്ന് ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു. ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്നും പണം എടുത്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ റജൂലയെ ആക്രമിച്ചതെന്നാണ് പരാതി പറയുന്നത്. കൈക്കും ശരീരത്തിനും പരിക്കുപറ്റിയ റജൂല ചങ്ങനകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ചങ്ങനകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ശേഷം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന സമയമായിരുന്നു. ആ സമയത്താണ് എന്നെ യാതൊരു പ്രകോപനമില്ലാതെ ഇയാൾ പെട്ടെന്ന് വന്നിട്ട് ഉപദ്രവിച്ചത്. എൻ്റെ പോക്കറ്റിൽ നിന്ന് ആരാ കാശ് എടുത്തതെന്ന് ചോദിച്ചിട്ട് ആദ്യം മോനോട് ചോദിച്ച്, മോൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ അടുത്തായി. എന്നിട്ട് ഞാൻ ക്ലാസ്സിന് കൊണ്ടുപോകുന്ന ബാഗൊക്കെ വലിച്ച് കീറി എന്നെ റൂമിലിട്ടിട്ട് ചുമൽ വെച്ച് ഉപദ്രവിക്കായിരുന്നു. അവിടെ ഇവിടെ വെച്ച് ചുമൽ വെച്ച് ഇടിച്ചിട്ടും തല ഇടിച്ചിട്ടും എന്താ പറയുക, ആകെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിക്കാൻ എന്നെ ഇട്ടിട്ട്. എന്നിട്ട് ബഹളം കേട്ടിട്ടാണ് മോൻ ഓടി വന്നത്. അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവനെ ഉപദ്രവിക്കാൻ നോക്കുക, അവനെ വഴക്ക് പറയുക, അതൊക്കെയാണ് ഇന്നുണ്ടായത്. ഇത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമല്ല. ഇടയ്ക്കിടയ്ക്ക് ഇയാളുടെ ഒരു സ്വഭാവം തന്നെയാണ്. പല രീതിയിൽ എന്നിട്ട് ബുദ്ധിമുട്ടിക്കാൻ, മാനസികമായിട്ടും ശാരീരികമായിട്ടും. ഇന്നലെ റൂമിൽ കിടക്കുമ്പോൾ ഫാൻ അടക്കം വയറ് കംപ്ലൈൻ്റ് ആക്കിയിടുക, ഫാൻ ഉപയോഗം അല്ലാതാക്കുക, ഫ്രിഡ്ജിൻ്റെ വയറ് മുറിച്ചിടുക, വാഷിംഗ് മെഷീൻ ഉപയോഗശൂന്യം അല്ലാതാക്കുക. പല രീതിയിലാണ് ഇയാൾ എന്നെ ഹരാസ് ചെയ്യുന്നത്. അതിലിടയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് അറിഞ്ഞ് അതിന് തെളിവടക്കം ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷമാണ് ഇയാൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കാൻ നോക്കുകയാണ്. പരമാവധി ബുദ്ധിമുട്ടിച്ചിട്ട് എന്നെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. കുട്ടികൾ ഉപദ്രവിക്കാറില്ല, പക്ഷെ കുട്ടികൾ എൻ്റെ കൂടെ നിൽക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഇയാൾക്ക് ഇഷ്ടമല്ല. എന്നോട് അടുപ്പം കാണിക്കുന്നതും. ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾക്ക് ചെലവിന് പോലും തരുന്നില്ല. ഞാനാണ് ഈ മക്കളെ കാര്യങ്ങൾ നോക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്.